2026 പ്രിലിംസ് നേടാനുള്ള കംപ്ലീറ്റ് സ്ട്രാറ്റജി നോക്കിയാലോ? 100 മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മാത്രം മതി. 100 മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ദിവസവും 12 മണിക്കൂർ പഠിക്കണം എന്നൊന്നുമില്ല. ശരിയായ സ്ട്രാറ്റജി ഇല്ലെങ്കിൽ കൂടുതൽ സമയം പഠിച്ചിട്ടും മാർക്ക് കൂടുതൽ കിട്ടണമെന്നോ ഒന്നുമില്ല. ഈ വീഡിയോയിൽ 100 മാർക്ക് ലക്ഷ്യമിടുന്നവർ ഫോളോ ചെയ്യാവുന്ന കുറച്ച് സ്റ്റഡി സ്ട്രാറ്റജിയാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് എന്തൊക്കെയാണ് സ്ട്രാറ്റജി എന്ന് കണ്ട് ഫോളോ ചെയ്തു നോക്കൂ. 100 മാർക്ക് കിട്ടില്ലയോ എന്ന് നോക്കാം. ഫസ്റ്റ് എക്സാമിനെ മനസ്സിലാക്കുക. പലരും ആദ്യം ചെയ്യുന്ന തെറ്റ് സിലബസ് മുഴുവനും ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നതാണ്. ആദ്യം സിലബസ് മനസ്സിലാക്കുകയും മുൻവർഷ ചോദ്യങ്ങൾ PYQs നോക്കി ഏത് വിഷയങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത് എന്നും തിരിച്ചറിയുക. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. നല്ല രീതിയിൽ പ്രയോറിറ്റി കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. ഏതൊക്കെ സബ്ജക്റ്റിന് മുൻഗണന കൊടുക്കണമെന്ന് നോക്കിയാലോ? ഇന്ത്യൻ ഭരണഘടന, കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ഭൂമിശാസ്ത്രം, ശാസ്ത്രം, സമകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്, SCERT NCERT വിഷയങ്ങൾ. ഈ എല്ലാ വിഷയങ്ങൾക്കും സമയം കൊടുക്കണം. പക്ഷേ പല പരീക്ഷകളിലും കൂടുതൽ ചോദിക്കപ്പെടുന്ന ഭാഗങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കണം. ഡെയിലി പഠിക്കാനിരിക്കുന്നതിന് മുന്നേ ഒരു സ്റ്റഡി പ്ലാൻ റെഡിയാക്കണം. എക്സാമ്പിൾ 2 മണിക്കൂർ മെയിനായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുക, 1 മണിക്കൂർ SCERT പഠിക്കുക, 1 മണിക്കൂർ കറണ്ട് അഫയേഴ്സ് പഠിക്കുക, 1 മണിക്കൂർ PYQ ചെയ്ത് നോക്കുക, 1 മണിക്കൂർ റിവിഷൻ ചെയ്യാം. ഒരു 20 മുതൽ 50 വരെ OMR ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. ദിവസവും ചെറിയ തോതിൽ റിവിഷൻ ഉണ്ടെങ്കിൽ പഴയത് മറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണ് ഡെയിലി സ്ട്രാറ്റജി. ഇനി വീക്ക്ലി സ്ട്രാറ്റജി നോക്കിയാലോ? എല്ലാ വീക്കെൻഡും എല്ലാ ഞായറാഴ്ചയും ഫുൾ റിവിഷൻ ചെയ്യണം. മോക്ക് ടെസ്റ്റ് എഴുതണം. തെറ്റായ ചോദ്യങ്ങൾ വീണ്ടും പഠിക്കണം. എന്നിട്ട് അടുത്ത ആഴ്ചത്തേക്കുള്ള പ്ലാനും റെഡിയാക്കി വെക്കണം. ഡെയിലി സ്ട്രാറ്റജി വീക്ക്ലി സ്ട്രാറ്റജി പോലെ മന്ത്ലി സ്ട്രാറ്റജി നമ്മൾ റെഡിയാക്കണം. എല്ലാ മന്തിൻ്റെയും ലാസ്റ്റ് നമ്മൾ പഠിച്ച എല്ലാ സബ്ജക്റ്റിൻ്റെയും റിവിഷൻ ചെയ്യണം. എല്ലാ മന്തിൻ്റെയും ലാസ്റ്റ് സൺഡേ ആണെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഏത് ദിവസമായാലും ആ റിവിഷൻ നമ്മൾ ചെയ്യണം. എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നതാണ് എല്ലാവരും ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക്. അതെന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. റിവിഷൻ ഒഴിവാക്കുക. 100 മാർക്ക് നേടണം എന്നുള്ളവർ വീക്ക്ലി റിവിഷൻ ചെയ്യും, മന്ത്ലി റിവിഷൻ ചെയ്യും. ഇതുപോലെ റിവിഷൻ ചെയ്താൽ മാത്രമേ 100 മാർക്ക് നേടാൻ പറ്റൂ. 100 മാർക്ക് നേടണം എന്നുള്ളവർ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരണം എന്നുള്ളവർ വീക്ക്ലി മന്ത്ലി എല്ലാം റിവിഷൻ ചെയ്യണം. ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കിയിട്ട് റിവിഷൻ നല്ല രീതിയിൽ തന്നെ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരാൻ പറ്റും. മോക്ക് ടെക്സ്റ്റുകൾ എഴുതാണ്ട് നിൽക്കുന്നതാണ് നെക്സ്റ്റ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക്. മോക്ക് ടെക്സ്റ്റുകൾ എഴുതാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ നിരവധി ആപ്പുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ കയറിയിട്ട് മോക്ക് ടെക്സ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ മോക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ഒരു മോക്ക് ടെക്സ്റ്റ് റെഡിയാക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യുക. നെക്സ്റ്റ് ഒരു മിസ്റ്റേക്കാണ് PYQ നോക്കാണ്ട് നിൽക്കുക. ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കൊക്കെ പഠിച്ചു പോകാന്നല്ലാണ്ട് PYQ ആരും ചെയ്ത് നോക്കുന്നില്ല. നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഈവനിങ് ഒരു PYQ അല്ലെങ്കിൽ GKൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് കാണാം. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ് തീരെ നോക്കാണ്ട് നിൽക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. അതെല്ലാവരും ഒഴിവാക്കും. അത് നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് ഡെയിലി രാവിലെ ഒരു കറണ്ട് അഫയേഴ്സ്, 5 കറണ്ട് അഫയേഴ്സ് കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് 100 മാർക്ക് നിങ്ങൾക്കും നേടാൻ പറ്റും. നല്ല രീതിയിൽ മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു 4-5 സ്ട്രാറ്റജിയാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഇന്ന് എല്ലാവരും ഫോളോ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ കാര്യങ്ങളുണ്ട്. ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. 100 മാർക്ക് ഒരു ദിവസം കൊണ്ട് ലഭിക്കുന്ന കാര്യമല്ല. സ്ഥിരമായി പഠിക്കുകയും റിവിഷൻ ചെയ്യുകയും വേണം. ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി വെച്ചിട്ട് ഒരു വീക്ക് പഠിച്ചു നോക്കൂ. നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.